സ്റ്റുഡൻസ് ഒരുപാട് കുട്ടികൾ സ്കോളർഷിപ്സ് ഫോർ പ്രൊഫഷണൽ കോഴ്സുകളെ പറ്റിയിട്ട് പലരും എന്നോട് ചോദിച്ച് മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ജനറലൈസ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ജനറലൈസ് ചെയ്തിട്ടെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും സ്ഥിരമായിട്ട് കുട്ടികൾ അപ്ലൈ ചെയ്യുന്നതുമായിട്ടുള്ള സ്കോളർഷിപ്പുകളെ പറ്റിയാണ് ഞാനിതിൽ പറയുന്നത്. ഓരോ സ്പെസിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ അവരുടേതായ രീതിയിൽ സ്പെഷ്യലായിട്ടുള്ള സ്കോളർഷിപ്പുകൾ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് എല്ലാ കോളേജസിലും പഠിക്കുന്നവർക്കാണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജനറലൈസ് ചെയ്തിട്ടുള്ള സ്കോളർഷിപ്പ് ഓർ പ്രൊഫഷണൽ കോഴ്സാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാണ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്. അത് മൈനോറിറ്റീസിന് വേണ്ടിയിട്ടുള്ളതാണ്. മൈനോറിറ്റീസിൽ ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾ രാജ്യത്തിനകത്തെ സർക്കാർ, സ്വകാര്യ ഹയർ സെക്കൻഡറി, കോളേജ്, യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ SC/ST അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ITI ITCകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് +2 തലം മുതൽ PhD വരെയുള്ള ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ മുൻ പരീക്ഷയിൽ 50% മാർക്കും രക്ഷിതാക്കളുടെ വാർഷിക വരുമാനം 2.5 ലക്ഷത്തിനും ആയിരിക്കണം. 30% പെൺകുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ മെട്രിക് കം മീൻസ് സ്കോളർഷിപ്പ്, ഇതും മൈനോറിറ്റി ഇതിൻ്റെ അടിയിൽ വരുന്നതാണ്. മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് ന്യൂനപക്ഷത്തിന് ഉൾപ്പെട്ട സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന പഠിക്കാൻ മിടുക്കരായ വിദ്യാർത്ഥികളെ പ്രൊഫഷണൽ സാങ്കേതിക കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നതിന് സ്കോളർഷിപ്പാണിത്. അപേക്ഷകർ മുൻവർഷത്തെ പരീക്ഷയിൽ 50% മാർക്ക് നേടിയവരും വാർഷിക വരുമാനം 2.5 ലക്ഷത്തിൽ കൂടാത്തവരായിരിക്കണം. അതിൻ്റെ വെബ്സൈറ്റും ഇതിനുള്ള അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്. ഇത് സർക്കാർ എയ്ഡഡ് സ്ഥാപനമോ ഗവൺമെൻറ് കോട്ടയിലാണ് എയ്ഡഡ് കോളേജുകൾ പഠിക്കുന്ന പെൺകുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് അർഹത. വരുമാന പരിധി 4.5 ലക്ഷം രൂപ. 20% സ്കോളർഷിപ്പ് ലത്തീൻ പരിവർത്തന ക്രിസ്തവ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളായി മാറ്റിവെച്ചിരിക്കുന്നു. അതാത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ന്യൂനപക്ഷ ഡയറക്ടറേറ്റിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റും ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഗ്രാൻസ്, ഏത് കോഴ്സിന് അഡ്മിഷൻ എടുത്തവർക്കും അപ്ലൈ ചെയ്യാവുന്ന സ്കോളർഷിപ്പാണ് ഗ്രാൻഡ് സ്കോളർഷിപ്പ്. പക്ഷേ അഡ്മിഷൻ എടുത്ത് മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കണം. മാനേജ്മെൻറ്റ് കോട്ടയിലോ കമ്മ്യൂണിറ്റി കോട്ടയിലോ അഡ്മിഷൻ എടുത്തവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് ജനറലായിട്ട് നമ്മളിതിൻ്റെ റൂൾസിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് സ്കോളർഷിപ്പുകളെ പറ്റി പറയാം. പിന്നെ NITസിൽ പഠിക്കുന്ന കുട്ടികളുടെ പാരൻസിൻ്റെ വരുമാനം 1 ലാഖിന് താഴെയാണെങ്കിൽ അവർക്ക് ഫീസ് ഇനത്തിൽ വലിയ എമൗണ്ട് ഒന്നും ചിലവാക്കേണ്ടി തന്നെ വരില്ല. ഞാൻ പറയുന്നത് ട്യൂഷൻ ഫീസാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് പെർ ഇയറും നമ്മൾ 1 ലാഖിന് താഴെയാണ് നമ്മുടെ വരുമാനം എന്നുള്ള സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുന്നിടത്തോളം കാലം NITയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഫീസ് തന്നെ ആവശ്യമില്ല. പക്ഷേ NIT ഗവൺമെൻറ് പോലത്തെ കോളേജാണെങ്കിലും അതല്ലാത്ത കുട്ടികൾക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഫീസുകൾ പല റേഞ്ച് ഓഫ് സാലറി പാരൻസിനെ ബേസ് ചെയ്തിട്ട് ഫീസാണുള്ളത്. അപ്പം ജനറലി സ്കോളർഷിപ്പുകളുടെ കൂട്ടത്തിൽ ഇതൊരു സ്കോളർഷിപ്പല്ല, അതൊരു റിഡക്ഷനാണ്, ഫീസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് ഉണ്ട്. +2 80% മുകളിൽ മാർക്ക് വാങ്ങിച്ച് പാസ്സായത് ഈ വർഷം തന്നെ ഏതെങ്കിലും റെഗുലർ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്തിട്ടുള്ളതുമായ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്കോളർഷിപ്പാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്. നിങ്ങൾ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പാണിത്. 8 ലക്ഷം രൂപയാണ് വാർഷിക വരുമാന പരിധി. അർഹരായ വിദ്യാർത്ഥികൾക്ക് തുടർച്ചയായി 5 വർഷം വരെ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വർഷം തോറും 10,000 രൂപയും PGക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് വർഷം തോറും 20,000 രൂപയുമാണ് സ്കോളർഷിപ്പുകൾ. ഓക്കെ, ഇതാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്. ഇത്രയും കാര്യങ്ങളാണ് ജനറലായിട്ട് സ്കോളർഷിപ്പുകളെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതല്ലാതെ ചെറിയ ചെറിയ സ്കോളർഷിപ്പുകൾ മറ്റുണ്ടായിരിക്കും. ഞാൻ ബേസിക്കായിട്ട് എല്ലാ സ്റ്റുഡൻസും അപ്ലൈ ചെയ്യാറുള്ള സ്കോളർഷിപ്പിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.